പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഉറ്റുനോക്കുന്ന കർത്താവ് നമ്മളോട് പറയും, നീ നിൻ്റെ ഹൃദയത്തെ ആദ്യം വിശുദ്ധീകരിക്കുക. ഹൃദയവിശുദ്ധിയോടുകൂടെ ആണ് നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നിനക്ക് ആത്മധൈര്യത്തോടെ വ്യാപരിക്കാൻ സാധിക്കും. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിരവധിയാണ്, എന്നാൽ ദൈവത്തിൻ്റെ ഹിതം എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ഹൃദയം പലപ്പോഴും സങ്കീർണമാണ്. പല പല തിന്മകളും ആഗ്രഹങ്ങളും അവിടെ കൂടുകൂട്ടിയേക്കാം. എന്നാൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു, നീ നിൻ്റെ ഹൃദയത്തെ കുറ്റവിമുക്തമാക്കുക, വിശുദ്ധീകരിക്കുക. അങ്ങനെ വിശുദ്ധിയുള്ളൊരു ഹൃദയത്തോടുകൂടെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഞാൻ നിനക്ക് ഉത്തരം നൽകും. നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. ആ ഹൃദയത്തിലെ സങ്കീർണതയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇതാ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, ആ ഹൃദയത്തെ തൊടുന്ന ഈശോ നമ്മുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.